പ്രിയപ്പെട്ട +2 തുല്യതാ പഠിതാക്കളെ, നിങ്ങളുടെ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് സഹായകരമാകുന്ന ഒരു വീഡിയോയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം, അതായത് 2025 ജൂലൈ മാസം നടന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഏറ്റവും അവസാനമായി നടന്ന ഇംഗ്ലീഷ് എക്സാം. ഈ പരീക്ഷയുടെ ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരമെഴുതാം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം നിങ്ങളൊന്ന് നോക്കുക. നമുക്കൊരൽപ്പം കൂടി വലുതാക്കാം. ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യം ശ്രദ്ധയോടുകൂടി ഒന്ന് മനസ്സിലാക്കുക. ഏത് ചോദ്യമാണെങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ചോദ്യം എന്താണെന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ കൃത്യമായ ഉത്തരം എഴുതുവാനായിട്ട് സാധിക്കൂ. ഇവിടെ നമുക്ക് നോക്കാം. റീഡ് ദ ഫോളോയിങ് ലൈൻസ്. താഴെ തന്നിരിക്കുന്ന ലൈൻസ് വായിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓഫ് ദ പോയം, കവിതയിലെ വരികളാണ്. ഏത് കവിതയാണെന്ന് അടുത്തതായിട്ട് പറഞ്ഞിട്ടുണ്ട്. റിമെമ്പർ മീ. റിമെമ്പർ മീ എന്ന കവിതയുടെ വരികൾ താഴെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കുക. ആൻഡ് അതിനുശേഷം ആൻസർ ദി ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ദാറ്റ് ഫോളോ ചെയ്യുന്ന പുറകെ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എന്നിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് 1 to 8, 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളാണ്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു അറ്റംപ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ്, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതണം. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 1 സ്കോർ, ഓരോ ചോദ്യത്തിനും ഓരോ സ്കോറാണ്, 1 മാർക്കാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ 8 × 1 8 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. റിമെമ്പർ മീ എന്ന് പറയുന്ന കവിതയാണ്. റിമെമ്പർ മീ കവിത ഓർമ്മയുണ്ടാകുമല്ലോ. എങ്കിലും ഇവിടെ കൊടുത്തിരിക്കുന്ന വരികൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്താണ്? നമുക്കൊരൽപ്പം കൂടി ഒന്ന് വലുതാക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന വരികൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. റിമെമ്പർ മീ, ഐ ആം ദ ഗേൾ, ഞാനാണ് ആ പെൺകുട്ടി. വിത്ത് ദ ഡാർക്ക് സ്കിൻ, എങ്ങനെയുള്ള സ്കിന്നുള്ള പെൺകുട്ടിയാണ്? ഇരുണ്ട സ്കിന്നുള്ള, ഇരുണ്ട ത്വക്കുള്ള, കറുത്ത തൊലിയുള്ള ആ പെൺകുട്ടി ഞാനാണ്. ഹൂസ് ഷൂസ് ആർ തിൻ, അവളുടെ ചെരുപ്പുകൾ, ഷൂസ് വളരെ തിന്നാണ്, കട്ടി കുറഞ്ഞതാണ്. അങ്ങനെ കട്ടി കുറഞ്ഞ ചെരുപ്പുള്ള ആ പെൺകുട്ടി ഞാനാണ്. അതിൻ്റെ ബാക്കി അടുത്ത പേജിലാണ്. നോക്കുക. ഐ ആം ദ ഗേൾ, ഞാനാണ് ആ പെൺകുട്ടി. വിത്ത് റോട്ടഡ് ടീത്ത്, ചീഞ്ഞ പല്ലുള്ള, മീൻസ് എന്താണ്, നമ്മൾ പല്ലിൽ പുഴു കയറുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ദ്രവിച്ച പല്ലുള്ള ആ പെൺകുട്ടി ഞാനാണ്. ഐ ആം ദ ഗേൾ, ഞാനാണ് ആ പെൺകുട്ടി. വിത്ത് ദ വൂണ്ടഡ് ഐ, വൂണ്ടഡ് ആയിട്ടുള്ള കണ്ണുള്ള പെൺകുട്ടി ഞാനാണ്. വൂണ്ടഡ് എന്ന് പറയുമ്പോൾ മുറിവേറ്റ കണ്ണുള്ള ആ പെൺകുട്ടി ഞാനാണ്. ആൻഡ് ദ മെൽറ്റഡ് ഇയർ, ഉരുകിയ കാതുള്ള ആ പെൺകുട്ടി ഞാനാണ്. മെൽറ്റഡ് എന്ന് പറയുമ്പോൾ ഉരുകിയ എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി നമുക്ക് ഈ വരികൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ ചോദ്യങ്ങളൊന്ന് നോക്കാം. താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾ, അവയുടെ ഉത്തരമാണ് നമുക്ക് എഴുതേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം, ദ പോയം റിമെമ്പർ മീ. റിമെമ്പർ മീ എന്ന കവിത ഈസ് റിട്ടൺ ബൈ. ഈസ് റിട്ടൺ ബൈ എന്ന് കണ്ടാൽ നമ്മൾ അപ്പോഴേ മനസ്സിലാക്കിക്കോണം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ കവിത എഴുതിയിരിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ബ്രാക്കറ്റിൽ 3 പേരുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. 1 വില്യം ഷേക്സ്പിയർ, 2 ആലീസ് വാക്കർ, 3 സുധാമൂർത്തി. നമുക്കറിയാം വില്യം ഷേക്സ്പിയർ അല്ല, സുധാമൂർത്തിയുമല്ല, ആലീസ് വാക്കർ ആണ് ഈ കവിത എഴുതിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഇതാണ്, ആലീസ് വാക്കർ. അപ്പോൾ നമ്മൾ ആൻസർ പേപ്പറിൽ 1 നമ്പർ ഇടുക, ആലീസ് വാക്കർ എന്ന് എഴുതുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. വില്യം ഷേക്സ്പിയർ എഴുതിയിരിക്കുന്നത് എന്താണ്? ദ 7 ഏജസ് ഓഫ് മാൻ എന്ന കവിതയാണ്. സുധാമൂർത്തിയുടെ പാഠം ഏതാണ്? സുധാമൂർത്തി എഴുതിയേക്കുന്നത് ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്നുള്ള കഥയാണ്. അപ്പോൾ അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, നെയിം. നോക്കുക. നെയിം ദ ഫിഗർ ഓഫ് സ്പീച്ച് എംപ്ലോയിഡ് ഇൻ ദ ലൈൻ ഐ ആം ദ ഗേൾ. ഇതാണ് ചോദ്യം. നെയിം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നെയിം ചെയ്യുക എന്ന് പറഞ്ഞാൽ പേരെഴുതുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ എഴുതാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
ദ ഫിഗർ ഓഫ് സ്പീച്ച്, ഇവിടെ വന്നിരിക്കുന്ന ഈ കാര്യം നിങ്ങളും ശ്രദ്ധിക്കുക. ഫിഗർ ഓഫ് സ്പീച്ച്, ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലങ്കാരം എന്നാണ് അതിൻ്റെ അർത്ഥം. അലങ്കാരം, എവിടെങ്കിലും ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് കേട്ടാൽ നിങ്ങൾ അപ്പോഴേ ഉറപ്പിച്ചോണം അലങ്കാരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി എംപ്ലോയിഡ്, എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ്, ഉപയോഗിച്ചിരിക്കുന്ന എന്നാണ്. ഉപയോഗിച്ചിരിക്കുന്ന അലങ്കാരത്തിന്റെ പേരെഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇൻ ദ ലൈൻ, വരിയിൽ. ഏത് വരിയാണ്? ഐ ആം ദ ഗേൾ, ഐ ആം ദ ഗേൾ എന്ന വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന അലങ്കാരത്തിന്റെ പേരെഴുതുക. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1 സിമിലി, 2 ഹൈപ്പബലി, 3 മെറ്റഫർ. സിമിലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, സിമിലി ആണെങ്കിൽ അവിടെ ലൈക്ക്, അസ്, ഇതുപോലെ ഈ 2 വാക്കുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാകും. ഈ 2 വാക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് സിമിലി ആകൂ. സിമിലി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഉപമ എന്നാണ്. നമ്മൾ പോലെ എന്നുള്ള അർത്ഥം വെച്ച് പറയുന്ന മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ പോലെ നിൻമുഖം എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രയോഗത്തിനാണ് സിമിലി എന്ന് പറയുന്നത്, ഉപമ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഐ ആം ദ ഗേൾ, ഇവിടെ ലൈക്കോ അസോ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് സിമിലി അല്ല. ഇനി ഹൈപ്പബലി, ഹൈപ്പബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയെ സിമ്പിളാക്കി പറഞ്ഞാൽ തള്ള്, അതായത് പെരുപ്പിച്ച് പറയുക, എന്തെങ്കിലും കൂട്ടി പറയുക. ഇപ്പോൾ ഒരു കുറച്ച് ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നു, ചിലപ്പോൾ 5-8-10 പേര് കാണും, പക്ഷേ ചിലർ പറയും അതൊരു 100 പേരുണ്ടായിരുന്നു, അതിലൊരു 1000 പേരുണ്ടായിരുന്നു എന്നൊക്കെ പറയും. അങ്ങനെ പറയുന്ന, പെരുപ്പിച്ച് പറയുന്ന ആ ഒരു പ്രയോഗത്തിനെയാണ് ഹൈപ്പബലി എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ആണോ ഇവിടെ? ഐ ആം ദ ഗേൾ എന്നേ ഉള്ളൂ, ഞാനാണ് ആ പെൺകുട്ടി എന്നേ ഉള്ളൂ. അപ്പോൾ ഇതുമല്ല. പിന്നെ ബാക്കിയുള്ളത് എന്താണ്? മെറ്റഫർ ആണ്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം വേറെന്തെങ്കിലും ആണ് എന്ന് പറയുന്നതിനാണ് മെറ്റഫർ എന്ന് പറയുന്നത്. അത് ഉദാഹരണത്തിന്, അവൻ റോക്കി ഭായി ആണ് എന്ന് പറഞ്ഞാൽ അവൻ ശരിക്കും റോക്കി ഭായി എന്നുള്ളതല്ല. ഇപ്പോൾ അവൻ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ അവൻ ഞങ്ങളുടെ സ്കൂളിലെ റോക്കി ഭായി ആണ് എന്ന് പറയുമ്പോൾ അവനെ റോക്കി ഭായിയോട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. പക്ഷേ അവൻ യഥാർത്ഥ റോക്കി ഭായി അല്ല. ഇവിടെ നോക്കിയേ, ഐ ആം ദ ഗേൾ, ഞാനാണ് ആ പെൺകുട്ടി. നമുക്കറിയാം, ദേ മുകളിലോട്ട് വരുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് എങ്ങനെയുള്ള പെൺകുട്ടിയാണ്. ഐ ആം ദ ഗേൾ വിത്ത് ദ ഡാർക്ക് സ്കിൻ എന്ന് പറയുന്നുണ്ട് അല്ലേ. ഐ ആം ദ ഗേൾ വിത്ത് ദ ഡാർക്ക് സ്കിൻ, കറുത്ത തൊലിയുള്ള പെൺകുട്ടിയാണ് ഞാൻ, അങ്ങനെ പറയുന്നുണ്ട്. പിന്നെയോ, പുഴുവരിച്ച അല്ലെങ്കിൽ മോശമായ പല്ലുള്ള പെൺകുട്ടിയാണ് ഞാൻ, മുറിവേറ്റ കണ്ണുള്ള പെൺകുട്ടിയാണ് ഞാൻ, അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു പെൺകുട്ടിയോട് കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ ആ പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രയോഗം എന്താണ്? മെറ്റഫർ ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം ആണ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ആ പ്രയോഗത്തിൻ്റെ പേരാണ് മെറ്റഫർ. ഒരു കാര്യം മറ്റൊരു സാധനം പോലെയാണ് എന്ന് പറയുമ്പോൾ വരുന്നതാണ് സിമിലി. അങ്ങനെ പോലെ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതാണ് മെറ്റഫർ. ഇനി നമുക്ക് 3ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഹൂ ഈസ് ദ സ്പീക്കർ ഇൻ ദ പോയം? കവിതയിലെ സ്പീക്കർ ആരാണ്? കവിതയിൽ ആരാണോ നമ്മളോട് സംസാരിക്കുന്നത് അയാളെയാണ് സ്പീക്കർ എന്ന് പറയുന്നത്. ഈ കവിത എടുത്താൽ ആരാണ് സംസാരിക്കുന്നത്? ഈ ഓപ്ഷൻസ് നോക്കുക. ബ്ലാക്ക് വിമൻ, അത് വിമൻ എന്നല്ല വരേണ്ടത്, വുമൺ എന്നാണ് വരേണ്ടത്. അവിടെ തെറ്റിച്ച് കൊടുത്തിരിക്കുകയാണ്. ബ്ലാക്ക് വുമൺ, ഒരു കറുത്ത വർഗ്ഗക്കാരി സ്ത്രീ. വൈറ്റ് മെൻ, വൈറ്റ് മെൻ എന്നല്ല വൈറ്റ് മാൻ, ഒരു വെള്ളക്കാരൻ. വൈറ്റ് വിമൻ, അവിടെയും വിമൻ അല്ല, ഒരാളേ ഉള്ളൂ, അപ്പോൾ വുമൺ ആണ്. വൈറ്റ് വുമൺ, ഒരു വെള്ളക്കാരി. ആരാണ് അവിടെ സംസാരിക്കുന്നത്? നമുക്കറിയാം, ഈ കവിതയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് എന്താണ്? ഐ ആം ദ ഗേൾ വിത്ത് ദ ഡാർക്ക് സ്കിൻ, അല്ലെ, ഇരുണ്ട തൊലിയുള്ള എന്ന് പറയുന്നുണ്ട് അവിടെ. അപ്പോഴേ നമുക്ക് ഉറപ്പിക്കാം ഇരുണ്ട തൊലിയുള്ളതാണ് അല്ലേ. ഇപ്പോൾ കറുത്ത വർഗ്ഗക്കാരിയാണ്, അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ആലീസ് വാക്കർ എഴുതിയേക്കുന്ന ഈ കവിത കറുത്ത വർഗ്ഗക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് വുമൺ ആണ് ഇവിടുത്തെ സ്പീക്കർ. ഇനി അടുത്ത ചോദ്യം എന്താണ്? നോക്കുക. ദ വേർഡ് റോട്ടഡ് എന്ന വാക്ക് ഈസ് അസോസിയേറ്റഡ്, ബന്ധപ്പെട്ടിരിക്കുന്നു വിത്ത്
എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഐ കണ്ണ്, ഇയർ കാത്, ടീത്ത് പല്ല്. ഇത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, അല്ലെ എഴുതാവുന്നതേ ഉള്ളൂ. എന്താണ് ഈ വരിയിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലേ, വരിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താ കൊടുത്തിരിക്കുന്നത്? ഐ ആം ദ ഗേൾ വിത്ത് ദ റോട്ടഡ് ടീത്ത് എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. പുഴുവരിച്ച പല്ലുകൾ അല്ലെങ്കിൽ ദ്രവിച്ച പല്ലുകൾ, അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ടീത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ടീത്ത് എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ആൻസർ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? 4 എന്ന് എഴുതുക, ടീത്ത് ഇത്രയും മാത്രം എഴുതി വെച്ചാൽ മതിയാകും. ഇതാണ് നമ്മൾ ആൻസർ പേപ്പറിൽ എഴുതി വെക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത രണ്ടാമത്തെ ചോദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ശ്രദ്ധിക്കുക, ഒരൽപ്പം കൂടെ ചെറുതാക്കുകയാണ്. റീഡ് ദ ഫോളോയിങ് ലൈൻസ്. താഴെ തന്നിരിക്കുന്ന വരികൾ വായിക്കുക. ഓഫ് ദ പാസേജ്, ഇതൊരു പാരഗ്രാഫിന്റെ ഒരു വരിയാണ്. താഴെ തന്നിരിക്കുന്ന വരികൾ വായിക്കുക. ഇതൊരു പാസേജിന്റെ, അതായത് പാരഗ്രാഫ് പോലെ തന്നിരിക്കുന്ന വരികളാണ്. ആൻഡ് ആൻസർ, എന്നിട്ട് എന്ത് ചെയ്യുക? ഉത്തരം എഴുതുക. എന്തിനുത്തരം എഴുതുക? ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. നേരത്തെ പോലെ തന്നെ. നേരത്തെ എന്തായിരുന്നു? കവിതയായിരുന്നെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഒരു കഥാഭാഗമാണ്. നമുക്ക് വായിച്ചു നോക്കാം. വൺ ഓഫ് ഹെർ നോവൽസ്, അവളുടെ നോവലുകളിൽ ഒന്ന്. കോൾഡ് കാശിയാത്രേ. എന്തായിരുന്നു അതിൻ്റെ പേര്? കാശിയാത്ര എന്നായിരുന്നു പേര്. ഇപ്പം നോവലിൻ്റെ പേര് കാശിയാത്ര. ഈ നോവൽ വാസ് അപ്പിയർ ചെയ്യുന്നുണ്ടായിരുന്നു, വരുന്നുണ്ടായിരുന്നു. ആസ് എ സീരിയൽ, ഒരു സീരിയലായിട്ടെന്ന് പറയുമ്പോൾ ഒരു ഭാഗം ആദ്യം വരുന്നു, പിന്നീട് എപ്പോഴെങ്കിലും അടുത്ത ഭാഗം വരുന്നു, വീണ്ടും അതിനടുത്ത ഭാഗം വരുന്നു. അങ്ങനെയുള്ളതിനെയാണ് സീരിയൽ എന്ന് നമ്മൾ പറയുന്നത്. ഇൻ ദ കന്നഡ വീക്ക്ലി, എവിടെയാണ് വന്നിരുന്നത്? കന്നഡ ആഴ്ചപ്പതിപ്പിലാണ് വന്നിരുന്നത്. ആ ആഴ്ചപ്പതിപ്പിന്റെ പേര് കൊടുത്തിട്ടുണ്ട്, കർമ്മവീര എന്ന് പറയുന്ന ആഴ്ചപ്പതിപ്പിൽ ഈ സീരിയലായിട്ട് കാശിയാത്ര എന്ന നോവൽ വരുന്നുണ്ടായിരുന്നു. ദെൻ, അക്കാലത്ത്. ഇറ്റ് ഈസ് ദ സ്റ്റോറി, ഇതൊരു കഥയായിരുന്നു. ഈ നോവലിനകത്ത് പറയുന്നത് ആരുടെ കഥയാണെന്ന് നോക്കി? ഓഫ് ആൻ ഓൾഡ് ലേഡി, ഒരു പ്രായം ചെന്ന സ്ത്രീയുടെ കഥയായിരുന്നു. ആൻഡ് ഹെർ ആർഡന്റ് ഡിസയർ, അവരുടെ ആർഡന്റ് ഡിസയറിന്റെ കഥയായിരുന്നു. ആ ലേഡിയുടെയും അവരുടെ ആർഡന്റ് ഡിസയർ എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള, ശക്തമായിട്ടുള്ള ഡിസയർ, ആഗ്രഹം. എന്താഗ്രഹമാണ്? ടു ഗോ ടു കാശി, കാശിയിലേക്ക് പോവുക. ഓർ വാരണാസി, അല്ലെങ്കിൽ വാരണാസിയിലേക്ക് പോവുക. കാശി എന്ന വാരണാസിയിലേക്ക് പോകാനുള്ള ആ സ്ത്രീയുടെ ആഗ്രഹം, അതായിരുന്നു ആ കഥയിൽ പറഞ്ഞിരുന്നത്, ആ നോവലിൽ പറഞ്ഞിരുന്നത്. മോസ്റ്റ് ഹിന്ദുസ്, മിക്ക ഹിന്ദുക്കളും ബിലീവ്, വിശ്വസിക്കുന്നു. ദാറ്റ് ഗോയിങ് ടു കാശി, കാശിയിലേക്ക് പോകുക എന്നത്, ആൻഡ് വർഷിപ്പിംഗ്, എന്നിട്ട് ആരാധിക്കുക എന്നത് ആരെയാണ്? ലോർഡ് വിശ്വേശ്വര ഭഗവാനെ ആരാധിക്കുക എന്നത് ഈസ് ദി അൾട്ടിമേറ്റ് പുണ്യ. ഇതാണ്, ഈ പറഞ്ഞ കാര്യമാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ള, ഏറ്റവും വലിയ, ആത്യന്തികമായിട്ടുള്ള പുണ്യം എന്നാണ് മിക്ക ഹിന്ദുസും വിശ്വസിച്ചിരുന്നത്. ദിസ് ഓൾഡ് ലേഡി, ഈ പ്രായം ചെന്ന സ്ത്രീ, ഓൾസോ ബിലീവ്ഡ്, അവരും വിശ്വസിച്ചു. ഇൻ ദിസ്, ഈ പറഞ്ഞ കാര്യത്തിൽ. ആൻഡ് ഹെർ സ്ട്രഗിൾ, അവരുടെ കഷ്ടപ്പാട്, സ്ട്രഗിൾ. ടു ഗോ ദെയർ, അങ്ങോട്ട് പോകാനുള്ള കഷ്ടപ്പാട്. വാസ് ഡിസ്ക്രൈബ്ഡ്, അതായിരുന്നു ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്. ഇൻ ദാറ്റ് നോവൽ, ആ നോവലിൽ, കാശിയാത്ര എന്ന നോവലിൽ അവർ കാശിയിലേക്ക് പോകാൻ കഷ്ടപ്പെടുന്ന കാര്യം, അതാണ്, അവരുടെ ആ കഷ്ടപ്പാടാണ് വിവരിച്ചിരുന്നത്, ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്. ഇൻ ദ സ്റ്റോറി, ആ കഥയിൽ, ദെയർ വാസ് ഓൾസോ എ യങ് ഓർഫൻ ഗേൾ, അപ്പോൾ ഒരാൾ കൂടെ ഈ കഥയിൽ ഉണ്ടായിരുന്നു. ദെയർ വാസ്, ഉണ്ടായിരുന്നു. ഓൾസോ, ആരാണ്? എ യങ്, ഒരു ചെറുപ്പക്കാരി. ഓർഫൻ ഗേൾ, അനാഥ പെൺകുട്ടി കൂടെ ഈ കഥയിൽ ഉണ്ടായിരുന്നു. ഹൂ ഫോൾസ്, അവൾ വീഴുന്നു. ഇൻ ലവ്, പ്രണയത്തിൽ വീഴുന്നു, മീൻസ് സ്നേഹത്തിലാകുന്നു. ബട്ട്, എന്നാൽ, ദെയർ വാസ് നോ, ഇല്ലായിരുന്നു. മണി, എന്തില്ലായിരുന്നു? പണമില്ലായിരുന്നു. ഫോർ ദ വെഡ്ഡിങ്, അവളുടെ കല്യാണത്തിന്
പൈസ ഇല്ലായിരുന്നു. ഇൻ ദി എൻഡ്, അവസാനം, ദി ഓൾഡ് ലേഡി, ആ പ്രായം ചെന്ന സ്ത്രീ, ഗീവ്സ് എവേ, സമ്മാനമായി നൽകുകയാണ്, ഓൾ ഹെർ സേവിങ്സ്, അവളുടെ മുഴുവൻ സമ്പാദ്യവും, അവളുടെ സേവിങ്സ് എല്ലാം നൽകുകയാണ്, വിത്തൗട്ട് ഗോയിങ്, പോകാതെ, ടു കാശി, കാശിക്ക് പോകാതെ അവൾ കാശിക്ക് പോകാൻ കൂട്ടിവെച്ച സമ്പാദ്യം മുഴുവൻ ആ പെൺകുട്ടിക്ക് നൽകുന്നു. ഷീ സെയ്സ്, അവൾ പറയുന്നത്, ഷീ സെയ്സ്, അവര് പറയുന്നത് അല്ലെങ്കിൽ അവൾ പറയുന്നത്, ആ പ്രായം ചെന്ന സ്ത്രീ പറയുന്നത്, ദ ഹാപ്പിനെസ് ഓഫ് ദിസ് ഓർഫൻ ഗേൾ, ഈ അനാഥ പെൺകുട്ടിയുടെ ഹാപ്പിനെസ്, സന്തോഷം, ഈസ്, ആണ്, മോർ ഇമ്പോർട്ടൻറ്റ്, കൂടുതൽ പ്രാധാന്യമുള്ളത്, ദാൻ വർഷിപ്പിംഗ്, ആരാധിക്കുന്നതിനേക്കാൾ പ്രാധാന്യം ഈ പെൺകുട്ടിയുടെ സന്തോഷത്തിനാണ്, ലോർഡ് വിശ്വേശ്വര അറ്റ് കാശി, കാശിയിൽ ചെന്ന് വിശ്വേശ്വര ഭഗവാനെ, ലോർഡിനെ ആരാധിക്കുന്നതിനേക്കാളും വർഷിപ്പ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പ്രാധാന്യമുള്ളത് ഇവളുടെ സന്തോഷത്തിനാണ്. ഇവളുടെ സന്തോഷമാണ് മെയിൻ. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പാസേജ്. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം സിമ്പിൾ ചോദ്യമാണ്. ദ പാസേജ്, ഈ ഭാഗം, ഈസ് ടേക്കൺ ഫ്രം, എടുത്തിരിക്കുന്നത്. ഇപ്പൊ ടേക്കൺ ഫ്രം എന്ന് കണ്ടാൽ ഓർക്കുക, എടുത്തിരിക്കുന്നത്. ഈ പാസേജ് എടുത്തിരിക്കുന്നത് ഏത് പാഠത്തിൽ നിന്നാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ദ പാസേജ് ഈസ് ടേക്കൺ ഫ്രം, നോക്കുക, ഒന്നാമത് കൊടുത്തിരിക്കുന്നത് ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ്, ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ്. രണ്ടാമത്തത് മൈ എക്സെൻട്രിക് ഗസ്റ്റ്. മൂന്നാമത്തത് മദേഴ്സ് ഡേ. നമുക്കറിയാം സുധാമൂർത്തി എഴുതിയ ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്നുള്ള പാഠത്തിൽ നിന്നാണ് ഇതെടുത്തിരിക്കുന്നത്. മൈ എക്സെൻട്രിക് ഗസ്റ്റ് അല്ല, അത് കുറച്ച് ജീവികളെ പറ്റിയാണ് പറയുന്നത്. മദേഴ്സ് ഡേ ഒരു നാടകമാണ്, അവിടെ ഒരു അമ്മയാണ് മെയിനായിട്ട് വരുന്നത്. ആ ഒരു കാര്യമാണ് അവിടെ പറയുന്നത് അല്ലേ. ഇനി നമുക്കിത് അടുത്ത ചോദ്യം നോക്കാം. ആറാമത്തെ ചോദ്യം, ദ ടൈറ്റിൽ ഓഫ് ദ നോവൽ, നോവലിൻ്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ പേര്, റെഫേർഡ് ഇൻ ദ പാസേജ്, ഈ പാസേജിൽ റെഫർ ചെയ്തിരിക്കുന്ന, റെഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പറയുക, പരാമർശിക്കുക. ഈ പാസേജിൽ, ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന നോവലിൻ്റെ പേര് നോക്കുക. ആസ്, ഈ ഓപ്ഷൻസ് ഉണ്ട് ബ്രാക്കറ്റിൽ, പുണ്യ 1, 2 കാശിയാത്രേ, 3 കർമ്മവീര. പുണ്യ എന്ന് പറയുന്നൊരു പേര് ഇവിടെ പറഞ്ഞിട്ടില്ല, എന്നൊരു സാധനമില്ല. കർമ്മവീര എന്നൊരു പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് മാഗസീൻ്റെ പേരാണ്, വീക്ക്ലിയുടെ പേരാണ്. അപ്പം അതുമല്ല, നോവലിൻ്റെ പേര് ആദ്യം തന്നെ വരുന്നുണ്ട്, കാശിയാത്രേ. ഇതാണ് നോവലിൻ്റെ പേര്. ഇനി ഏഴാമത്തെ ചോദ്യം നോക്കുക. വാട്ട് ഈസ്, എന്താണ്, വാട്ട് ഈസ് എന്ന് കണ്ടാൽ ഉറപ്പിച്ചോണം എന്താണ് എന്നാണ് ചോദ്യത്തിൻ്റെ അർത്ഥം. ദി അൾട്ടിമേറ്റ് പുണ്യ, അൾട്ടിമേറ്റ് പുണ്യ എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ പുണ്യം, അതായത് ഏറ്റവും വലിയ പുണ്യം. ഇൻ ദ പാസേജ്, ഈ പാസേജ് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ പുണ്യം എന്താണ്? നമുക്ക് നോക്കാം, എന്താണ് ഈ പാസേജ് പറഞ്ഞേക്കുന്ന ഏറ്റവും വലിയ പുണ്യം എന്ന് പാസേജിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ. ആ പുണ്യ വരുന്ന ഭാഗം അത് നമ്മൾ നോക്കിയാൽ മതി. ഞാൻ ബാക്കിയുള്ളതങ്ങ് മായ്ക്കുകയാണ്. നമുക്ക് ഇത് ആൻസർ കണ്ടെത്താനുള്ള ആ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കുക, അതെ പുണ്യ എന്ന് പറയുന്ന വാക്ക് ഇവിടെയാണ് വരുന്നത് അല്ലേ. ആ വരിയുടെ തൊട്ട് മുകളിൽ നോക്കിയാൽ മോസ്റ്റ് ഹിന്ദുസ് ബിലീവ്, മിക്ക ഹിന്ദുക്കളും വിശ്വസിക്കുന്നത്, ദാറ്റ്, ആ വിശ്വാസം എന്താണെന്നാണ് ഇനി പറയുന്നത് അല്ലേ. ഗോയിങ് ടു കാശി, അപ്പൊ ഇവിടെ മുതലാണ് നമുക്ക് വേണ്ടത്. ഗോയിങ് ടു കാശി ആൻഡ് വർഷിപ്പിംഗ് ലോർഡ് വിശ്വേശ്വര, കാശിയിൽ ചെന്ന് വിശ്വേശ്വര ഭഗവാനെ ആരാധിക്കുന്നതാണ് ഈസ് ദി അൾട്ടിമേറ്റ് പുണ്യ, ആത്യന്തികമായ പുണ്യം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഉത്തരം. ആ ഉത്തരം എഴുതുമ്പോൾ 7 നമ്പർ ഇടുക, ഈ പറഞ്ഞ കാര്യം എഴുതി വെക്കുക. ഇനി അടുത്ത 8ാമത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം. 8ാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദി അൾട്ടിമേറ്റ്, ഇവിടെയും വാട്ട് ഈസ് തന്നെയാണ്. എന്താണ് ദി അൾട്ടിമേറ്റ് ഹാപ്പിനെസ്, ഏറ്റവും വലിയ സന്തോഷം? അങ്ങനെ ഏറ്റവും വലിയ സന്തോഷം എന്നവിടെ പറഞ്ഞിട്ടില്ല നമ്മുടെ പാരഗ്രാഫിനകത്ത്, എങ്കിലും ഈ ക്വസ്റ്റ്യനകത്ത് വന്നേക്കുന്ന ഇതാണ്. എന്താണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്, സന്തോഷം? അക്കോർഡിംഗ് ടു ദ ഓൾഡ് ലേഡി, അക്കോർഡിംഗ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായത്തിൽ. ആരുടെ അഭിപ്രായത്തിൽ? ദി ഓൾഡ് ലേഡി, ആ പ്രായം ചെന്ന സ്ത്രീയുടെ അഭിപ്രായത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണ്?
അപ്പോൾ ഒന്ന് നോക്കുക, അവർ പറഞ്ഞേക്കുന്ന കാര്യം എന്താണ്? കാശിയിൽ ചെന്ന് വിശ്വേശ്വര ഭഗവാനെ ആരാധിക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവസാനം ഈ സ്ത്രീ പറയുന്നൊരു കാര്യമുണ്ട്. എന്താണത്? ദ ഹാപ്പിനെസ് ഓഫ് ദിസ് ഓർഫൻ ഗേൾ, ഈ അനാഥ പെൺകുട്ടിയുടെ സന്തോഷം ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്, ഇതാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്, ദാൻ വർഷിപ്പിംഗ് ലോർഡ് വിശ്വേശ്വര അറ്റ് കാശി, കാശിയിൽ ചെന്ന് വിശ്വേശ്വര ഭഗവാനെ ആരാധിക്കുന്നതിനേക്കാളും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത്, അല്ലെ കൂടുതൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ സന്തോഷമാണ്. ദ ഹാപ്പിനെസ് ഓഫ് ദി ഓർഫൻ ഗേൾ, അതാണ് എന്താണ് അൾട്ടിമേറ്റ് സന്തോഷം എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്, അല്ലേ? അപ്പം ഭഗവാന്റെ അടുത്ത് ചെല്ലുന്നതിനേക്കാളും വലിയ സന്തോഷം ഈ പെൺകുട്ടിക്ക് സന്തോഷം കൊടുക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്, അല്ലെ? പ്രധാനപ്പെട്ട കാര്യം അതാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ 8 ചോദ്യങ്ങളായി, 8 ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ കണ്ടു. ഇനി നോക്കുക, അടുത്ത ചോദ്യം നോക്കുക. മെയിൻ ആയിട്ടുള്ള ചോദ്യത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? അറ്റംപ്റ്റ് എനി 3, ഏതെങ്കിലും 3 എണ്ണം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അറ്റംപ്റ്റ് എനി 3 എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 3 എണ്ണം. ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണം. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 2 സ്കോർസ്, ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമാണ് വരുന്നത്. നോക്കാം, 9ാമത്തെ ചോദ്യം 2 മാർക്ക്. പിന്നെന്താണ് നോക്കുക, 10ാമത്തെ ചോദ്യം 2 മാർക്ക്, വീണ്ടും 11ാമത്തെ ചോദ്യം 2 മാർക്ക്, 12ാമത്തെ ചോദ്യം 2 മാർക്ക്. ഇത്രയാണ് അല്ലേ? ഇത്രയും ചോദ്യങ്ങളാണ് വരുന്നത്. അല്ല, ഇനിയുണ്ട്. 13ാമത്തെ ചോദ്യം 2 മാർക്ക്. ഇത്രയുമാണ് വരുന്നത്. നോക്കിയാൽ 1, 2, 3, 4, 5 ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും 3 എണ്ണം ഉത്തരം എഴുതിയാൽ, 3 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. നമുക്ക് എല്ലാത്തിൻ്റെ ഉത്തരം എഴുതി നോക്കാം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിൽ ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് തോന്നുന്നത് ഏതാണോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതിയാൽ മതി. അത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രം എഴുതുക. 1ാമത്തെ ചോദ്യം നോക്കിയേ, റൈറ്റ് 2 സ്ലോഗൻസ്, 2 സ്ലോഗൻസ് എഴുതുക എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ സ്ലോഗൻസ് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കണം. സ്ലോഗൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുദ്രാവാക്യം പോലെ വിളിച്ചു പറയുന്ന ആ കാര്യങ്ങളെയാണ് സ്ലോഗൻസ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, എന്തെങ്കിലും എഴുതി വെച്ചാൽ മതി. ഒരു സെൻറ്റൻസോ 1, 2 സെൻറ്റൻസ് എഴുതിയാൽ മതിയാകും. അത്രയേ ഉള്ളൂ. ഇനി എന്തിനാണ് ഈ മുദ്രാവാക്യം അല്ലെ സ്ലോഗൻ എഴുതേണ്ടത്? ഇൻ ഫേവർ ഓഫ് സച്ചിൻ ടെണ്ടുൽക്കർ, സച്ചിൻ ടെണ്ടുൽക്കറിന് ഫേവറായിട്ട്, ഇൻ ഫേവർ എന്ന് പറഞ്ഞാൽ അനുകൂലമായിട്ട്. അപ്പോൾ സച്ചിനെ പറ്റി നല്ലത് പറയുന്ന രീതിയിലാണ് എഴുതേണ്ടത്. ടു എക്സ്പ്രസ്, പ്രകടിപ്പിക്കാൻ. യുവർ അഡ്മിറേഷൻ, എന്ത് പ്രകടിപ്പിക്കാൻ? നിങ്ങളുടെ അഡ്മിറേഷൻ, ആരാധന. ഓഫ് ഹിസ് എക്സലൻസ്, സച്ചിൻ്റെ എക്സലൻസ്, കഴിവ്, മഹത്വം. അപ്പോൾ സച്ചിനോടുള്ള ആരാധന, സച്ചിൻ്റെ കഴിവിനോടുള്ള ആരാധന കാണിക്കുന്ന തരത്തിൽ 2 മുദ്രാവാക്യം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. 1 ഈസ് ഡൺ ഫോർ യു, ഒരെണ്ണം ഡൺ ചെയ്തിട്ടുണ്ട്, ഫോർ യു നിങ്ങൾക്കായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അതിതാണ്, വെൻ സച്ചിൻ ഈസ് ബാറ്റിംഗ്, സച്ചിൻ ബാറ്റ് ചെയ്യുമ്പോൾ, ഈവൻ ഗോഡ് ഈസ് വാച്ചിങ്, ദൈവം പോലും, ഈവൻ ഗോഡ്, ദൈവം പോലും, ഈസ് വാച്ചിങ്, നോക്കി നിൽക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്വന്തമായിട്ട് 2 എണ്ണം എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കുക, നമുക്ക് ചുമ്മാതെ ഒരു 2 എണ്ണം എഴുതി നോക്കാം. വെറുതെ ഒരു 2 എണ്ണം എഴുതി നോക്കാം. 1, സച്ചിനെ പറ്റി പോയിട്ട് വെറുതെ സെൻറ്റൻസ് എഴുതിയാൽ മതി, അതിനപ്പുറത്തേക്കൊന്നുമില്ല. സച്ചിൻ ഈസ് ദ പ്രൈഡ്, സച്ചിനാണ് അഭിമാനം, പ്രൈഡ്. സച്ചിൻ ഈസ് ദ പ്രൈഡ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്, സച്ചിൻ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ അഭിമാനമാണ്. സച്ചിൻ ഈസ് ദ പ്രൈഡ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്. 2ാമതായിട്ട് നമുക്കൊന്നുകൂടെ എഴുതാം. 2, സച്ചിൻ എഴുതി അപ്പോസ്ട്രഫി എസ്, മണ്ടയ്ക്കൊരു വര എസ്. സച്ചിൻ്റെ ബാറ്റ്, സ്പീക്ക് ചെയ്യുന്നു, സംസാരിക്കുന്നു. ലൗഡർ, കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കുന്നു. ദാൻ, കാളും, എന്തിനേക്കാളും? വേർഡ്സ്, വാക്കുകളെക്കാളും. സച്ചിൻ്റെ ബാറ്റ് വാക്കുകളെക്കാളും കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കുന്നു. ഇത് കണക്ക് നമ്മൾ എന്തെങ്കിലും 2 എണ്ണം എഴുതി കൊടുത്താൽ മതി.
നമുക്ക് 2 മാർക്ക് കിട്ടും. ഒരെണ്ണത്തിന് 1 മാർക്ക് വെച്ച്. അങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മളിതൊന്ന് മായ്ക്കുകയാണ്, കാണാനുള്ള സൗകര്യത്തിനാണ്. ഓക്കെ, കുറച്ചൊക്കെ ഒന്ന് മായ്ച്ച് കളയാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ബ്ലാങ്ക് ഫില്ല് ചെയ്യുക. ഇവിടെ ഡാഷ് ഇട്ട് കൊടുത്തിരിക്കുന്ന ഭാഗം ഫില്ല് ചെയ്യുക. യൂസിങ് ഉപയോഗിച്ചുകൊണ്ട് as soon as. ഒന്നുകിൽ ഉപയോഗിക്കേണ്ടത് as soon as ആണ്, ഓർ അല്ലെങ്കിൽ so that ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഇൻവേർട്ടഡ് കോമ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇൻവേർട്ടഡ് കോമാസ് കണ്ടല്ലോ. ഇതിനകത്ത് കിടക്കുന്ന സാധനമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം. ഇൻവേർട്ടഡ് കോമയുടെ അകത്ത് കിടക്കുന്ന സാധനം, അതായത് ഇവിടെ as soon as എന്ന് പറയുന്ന പ്രയോഗം, ഇതാണ് നമ്മളൊന്ന് ചെയ്യേണ്ടത്. രണ്ടാമത്തത് so that, ഇതാണ് നമ്മളിവിടെ ചേർക്കേണ്ടത്. as soon as എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്നുള്ള അർത്ഥമാണ്. so that എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്നുള്ള രീതിയിലാണ് അർത്ഥം വരുന്നത്. നമുക്ക് നോക്കാം, എയും ബിയും നമുക്ക് നോക്കാം. എ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഐ ആം ഗോയിങ് ടു ഹാവ് എ ഷവർ. ഞാൻ ഒന്ന് കുളിക്കാൻ പോവുകയാണ്, അല്ലെ ഞാൻ കുളിക്കാൻ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു ഹാവ് എ ഷവർ. ഷവർ എന്ന് പറയുമ്പോൾ കുളിയാണ്. ഹാവ് എ ഷവർ എന്ന് പറഞ്ഞാൽ കുളിക്കുക. ഞാൻ കുളിക്കാൻ പോകുന്നു. ഡാഷ് ഐ ഗെറ്റ് ഹോം. ഞാൻ വീട്ടിൽ ചെന്നാൽ എന്തായിരിക്കണം? ഉടനെ, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഞാൻ വീട്ടിൽ ചെന്നാൽ ഉടനെ ഞാൻ കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ ആസ് സൂൺ ആസ്, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ പരീക്ഷയ്ക്ക് എന്താണ്, 10 എന്ന് ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, എന്നിട്ട് എ എന്ന് ഇടുക, എന്നിട്ട് ആസ് സൂൺ ആസ്, ഇത്ര എഴുതിയാൽ മതി. ഇനി രണ്ടാമത്തെ എന്താ, ബി എന്താണ്? വി വിൽ സെൻഡ് യു. ഞങ്ങൾ നിനക്ക് അയക്കാം, സെൻഡ് ചെയ്യാം. ആൻ SMS, ഒരു SMS അയക്കാം. ഡാഷ് യു ക്യാൻ അറൈവ്. നിനക്ക് എത്താൻ പറ്റും, നിനക്ക് എത്താൻ കഴിയും. ഓൺ ടൈം, സമയത്ത്. അതുകൊണ്ട് നിനക്ക് സമയത്ത് എത്താൻ പറ്റും. അപ്പോൾ SMS കണ്ടിട്ട് അതുകൊണ്ട് നിനക്ക് സമയത്ത് എത്താൻ പറ്റും. അപ്പോൾ എന്ത് വരും? സോ ദാറ്റ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ 10 ബി എന്നിടുക, സോ ദാറ്റ്, ആ രീതിയിൽ ആൻസർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അല്പം കൂടെ ഒന്ന് വലുതാക്കാം. ഓക്കെ, വാട്ട് ഈസ് ആൻ എപ്പിറ്റാഫ്? വാട്ട് ഈസ് ആൻ എപ്പിറ്റാഫ്? എന്താണ് ഒരു എപ്പിറ്റാഫ്? ഇതാണ് ചോദ്യം. ഈ എപ്പിറ്റാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പുസ്തകത്തിലും കൊടുത്തിട്ടുണ്ട് സംഭവം. പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഇതാണ്. നമ്മുടെ ഗിഫ്റ്റ് എന്ന് പറയുന്ന പാഠത്തിന് ശേഷമാണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് ഒരു സെമിത്തേരി പോകുന്ന കാഴ്ചയൊക്കെ ഉണ്ടല്ലോ, സെമിത്തേരി പോകുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ സെമിത്തേരിയിൽ നമ്മൾ കാണുന്നത് ഗ്രേവ്സ് ആണ് അല്ലെ, കുഴിമാടങ്ങൾ, ശവക്കല്ലറകൾ. അപ്പം അവിടെ കുത്തി നിർത്തിയിരിക്കുന്ന കല്ല്, ആ കല്ലിൽ ചിലതൊക്കെ എഴുതി വെക്കുമല്ലോ. ആ എഴുത്തിനെയാണെന്ന് പറയുന്നത് എപ്പിറ്റാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കല്ലറയിൽ അല്ലെങ്കിൽ ഒരു കുഴിമാടത്തിൻ്റെ അവിടെ കല്ലിൽ എഴുതി വെച്ചേക്കുന്ന ആ എഴുത്തിനെയാണ് എന്താണ് എപ്പിറ്റാഫ് എന്ന് പറയുക. നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ആൻ ഇൻസ്ക്രിപ്ഷൻ എന്നാണ് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഓൺ ദ ഗ്രേവ് സ്റ്റോൺ. എവിടെയുള്ളതാണ് ഗ്രേവ് സ്റ്റോൺ? ഗ്രേവ് സ്റ്റോൺ എന്ന് പറയുമ്പോൾ ഈ കുഴിമാടത്തിൻ്റെ അവിടെയുള്ള കല്ല്, ആ കല്ലിൽ എഴുതി വെച്ചേക്കുന്ന ഇൻസ്ക്രിപ്ഷൻ. ഇൻ മെമ്മറി, ഓർമ്മയ്ക്കായിട്ട് എഴുതുന്നതാണ്. ഓർമ്മയ്ക്കായിട്ട് എഴുതി വെച്ചേക്കുന്ന ഇൻ മെമ്മറി. ആറ് ഓർമ്മയ്ക്കാണ്? ഓഫ് ദി ഡിസീസ്ഡ്, മരിച്ചുപോയ ആളിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എഴുതി വച്ചിരിക്കുന്ന, ഈ കല്ലിൽ എഴുതി വച്ചിരിക്കുന്ന ആ ഒരു കാര്യത്തെയാണ് ഇൻസ്ക്രിപ്ഷൻ. ആ ഒരു എഴുതി വച്ചിരിക്കുന്ന കാര്യത്തെയാണ് എന്താണ് നോൺ ആസ് എപ്പിറ്റാഫ് എന്നാണ് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞേക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പുസ്തകത്തിൻ്റെ പേജ് നമ്പർ 24 ഈ സംഭവം പറയുന്നുണ്ട്. പേജ് നമ്പർ 24 പറയുന്നുണ്ട്. ഇനി നമുക്കിത് വളരെ സിമ്പിളാക്കി എഴുതാം. ഇത്രയും കട്ടിക്കൊന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല. നമുക്കത് വളരെ സിമ്പിളാക്കാൻ പറ്റും. നമുക്ക് നോക്കാം. വേറെ രീതിയിൽ നമുക്ക് എഴുതാം. എന്താണ് ഈ ഗ്രേവ് സ്റ്റോണിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കുകൾ, മരിച്ച ആളിനെ പറ്റി എഴുതി വെച്ചിരിക്കുന്ന വാക്കുകൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. വേർഡ്സ്, വാക്കുകളാണ്. റിട്ടൺ, എഴുതി വച്ചിരിക്കുന്ന വാക്കുകൾ. വേർഡ്സ് റിട്ടൺ,
എവിടെയാണ്? ഓൺ ദ ഗ്രേവ് സ്റ്റോണിൽ എഴുതി വച്ചിരിക്കുന്ന വാക്കുകൾ ഓഫ് ദ ഡെഡ്. മരിച്ച ആളിൻ്റെ ഗ്രേവ് സ്റ്റോണിൽ എഴുതി വച്ചിരിക്കുന്ന വാക്കുകൾ, അല്ലെങ്കിൽ ഇൻ മെമ്മറി ഓഫ് ദി ഡെഡ്, അല്ലെ ടു റിമെമ്പർ ദ ഡെഡ്, മരിച്ച ആളിനെ പറ്റി ഓർക്കാനായിട്ട് അവിടെ എഴുതി വച്ചിരിക്കുന്ന വാക്കുകൾ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. ഇതാണ് എപ്പിറ്റാഫ്. ആ ഒരു കാര്യം മാത്രം നമ്മൾ എഴുതി വെച്ചാൽ മതി. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 12ാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ പ്ലേ മദേഴ്സ് ഡേ ടോക്ക് അബൌട്ട്? മദേഴ്സ് ഡേ എന്ന് പറയുന്ന പ്ലേ നമുക്കറിയാം നാടകമാണ്. മദേഴ്സ് ഡേ എന്ന് പറയുന്ന നാടകം എന്താണ് ടോക്ക് അബൌട്ട്? ടോക്ക് അബൌട്ട് എന്ന് പറയുമ്പോൾ സംസാരിക്കുക, പറയുക. ഈ നാടകത്തിൽ എന്താണ് പറയുന്നത്? അപ്പോൾ നാടകത്തിൽ എന്താണ് പറയുന്നത്? ചൂസ് എനി 2 റൈറ്റ് ഓപ്ഷൻ. അപ്പോൾ ഏതെങ്കിലും 2 എന്നാണ് പറഞ്ഞേക്കുന്നത്, 2 ശരിയായ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാൻ, ചൂസ് ചെയ്യാൻ ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ 2 ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ താഴെ 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? 1, 2, 3, 4. അതിൽ നിന്ന് 2 എണ്ണം, ശരിയായത് 2 എണ്ണം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ നോക്കുക, സെലിബ്രേഷൻ ഓഫ് മദേഴ്സ് ഡേ. മദേഴ്സ് ഡേ, മാതൃദിനം, ലോക മാതൃദിനത്തിൻ്റെ അല്ലെ മാതൃദിനത്തിൻ്റെ സെലിബ്രേഷൻ, ആഘോഷമാണോ ആ നാടകത്തിലുള്ളത്? മാതൃദിനത്തിൻ്റെ ആഘോഷമാണോ? അല്ല, തെറ്റാണ് അല്ലേ? അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് കമ്മമറേഷൻ. കമ്മമറേഷൻ എന്ന് പറഞ്ഞാൽ അനുസ്മരണം, ഓർമ്മിക്കൽ ഓഫ് മദേഴ്സ്, അമ്മമാരെ ഓർമ്മിക്കൽ. അതാണോ അവിടെ ചെയ്യുന്നത്? അതുമല്ല. പിന്നെന്താണ്? ദ സ്റ്റേറ്റസ് ഓഫ് എ മദർ, ഒരു അമ്മയുടെ അവസ്ഥ. ഇൻ എ ഫാമിലി, ഒരു കുടുംബത്തിലെ അമ്മയുടെ അവസ്ഥയാണ് അവിടെ കാണിക്കുന്നത്. അത് ശരിയാണെന്ന് നമുക്കറിയാം. ഇനി അടുത്തത് ദ ഡ്യൂട്ടീസ് ഓഫ് എ മദർ, ഒരമ്മയുടെ ഡ്യൂട്ടീസ്, ഒരമ്മയുടെ കടമകൾ. ഇൻ എ ഫാമിലി, ഒരു കുടുംബത്തിലെ, അതും അതിനകത്ത് കാണുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ എടുത്തെഴുതേണ്ടത്. അപ്പോൾ 12 ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, ഈ 2 കാര്യങ്ങൾ എടുത്തെഴുതുക, നമുക്ക് 2 മാർക്ക് കിട്ടും. ഇനി അടുത്ത 13ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 13ാമത്തെ ചോദ്യത്തിൽ എന്താണ് പറയുന്നത്? നോക്കുക, ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനമാണ് അല്ലേ, ഫിഗർ ഓഫ് സ്പീച്ച്, അലങ്കാരം ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെ എന്താണ്, ഇവിടെ എവിടെ നിന്നാണ് ഈ അലങ്കാരം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? ഇത് നോക്കുക, താഴെ എയും ബിയും 2 വരികൾ കൊടുത്തിട്ടുണ്ട്. ആ വരികളിൽ ഉപയോഗിച്ചിരിക്കുന്ന അലങ്കാരമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, എന്നിട്ട് എഴുതേണ്ടത്. നോക്കുക, ഒന്നാമത്തെ നോക്കുക, ആസ് ഹി ഡിഫീറ്റഡ്, അവൻ പരാജയപ്പെട്ടപ്പോൾ, ഡൈയിങ് എങ്ങനെ മരിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഓൺ ഹൂസ് ഫോർബിഡൻ ഇയർ, അവൻ്റെ ഫോർബിഡൻ ഇയറിൽ. ഫോർബിഡൻ ഇയർ എന്ന് പറഞ്ഞാൽ വിലക്കപ്പെട്ട കാതുകൾ എന്നാണ്. വിലക്കപ്പെട്ട കാതുകൾ. ഇവിടെ അണ്ടർലൈൻ കണ്ടല്ലോ, വിലക്കപ്പെട്ട കാതുകൾ, ഫോർബിഡൻ ഇയർ. ഇവിടെയാണ് എന്ത്, ആ പ്രയോഗം ഫിഗർ ഓഫ് സ്പീച്ച് വന്നിരിക്കുന്നത്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ അണ്ടർലൈൻ നിങ്ങൾ നോക്കുക, അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഞാനെല്ലാം തുടക്കുകയാണ് അണ്ടർലൈൻ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. നോക്കുക, അപ്പോൾ ഫിഗർ ഓഫ് സ്പീച്ച് ഈ ഭാഗത്താണ് വരുന്നത്, ഫോർബിഡൻ ഇയർ. ഈ ഫോർബിഡൻ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കപ്പെട്ട കാതുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നിയേക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കിയേക്കാം. ഒന്നാമത്തത് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്. ഇതുവരെ കേൾക്കാത്ത ഒരു കട്ടിയുള്ള സാധനമായിരിക്കും അല്ലേ, അതവിടെ നിൽക്കട്ടെ. മെറ്റഫർ. അല്പം മുമ്പ് നമ്മൾ കണ്ടതാണല്ലോ. മെറ്റഫർ ആണോ ഇത്? അല്ല. ഐ ആം ദ ഗേൾ എന്ന് പറഞ്ഞപ്പോഴായിരുന്നു മെറ്റഫർ. ഇവിടെ അങ്ങനൊന്നും പറയുന്നില്ല അല്ലേ. രണ്ടാമത്തെ സിമിലിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, ലൈക്ക് അല്ലെങ്കിൽ അസ് വന്നാൽ മാത്രമേ സിമിലി ആകൂ എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ അത് വല്ലതും ഉണ്ടോ? അതുമില്ല. അപ്പോൾ ഈ 2 സാധനവും നമുക്ക് വെട്ടിക്കളയാം. നമുക്കറിയത്തില്ലെങ്കിലും ഉത്തരം ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പ്രയോഗം ഞാൻ ഇവിടെ മുകളിൽ എഴുതുകയാണ്. സ്ലീപ്ലെസ് നൈറ്റ്. സ്ലീപ്ലെസ് നൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉറക്കമില്ലാത്ത രാത്രി. സ്ലീപ്ലെസ് നൈറ്റ്, ഉറക്കമില്ലാത്ത രാത്രി. ഈ രാത്രിക്കാണോ ഉറക്കമില്ലാത്തത്? അല്ല, നമ്മൾ മനുഷ്യർക്കാണ് ഉറക്കമില്ലാത്തത് അല്ലേ. നമ്മൾ മനുഷ്യർക്ക് ഉറക്കമില്ല, പക്ഷെ പറയുന്നത് എന്തുവാ?
ഉറക്കമില്ലാത്ത രാത്രി എന്നാണ്. അതായത് മനുഷ്യർ എന്ന് പറയുന്നതിന് പകരം രാത്രിയുടെ നേരെ ഈ സംഭവം കൊടുത്തിരിക്കുകയാണ്. സ്ലീപ്ലെസ് എന്നുള്ള ആ ഒരു അവസ്ഥ രാത്രിക്കിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രയോഗത്തിനെയാണ് എന്ത് പറയുന്നത്? ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്. ഇവിടെ നോക്കിയേ, ഫോർബിഡൻ ഇയർ, വിലക്കപ്പെട്ട കാതുകൾ. ഇവിടെ ഒരാൾ തോറ്റുപോയി, പരാജയപ്പെട്ടു, ഡിഫീറ്റഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. അയാൾ ഡൈയിങ്, മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അയാളുടെ കാതുകളാണ്, അയാൾക്കാണ് വിലക്കപ്പെട്ടത്. ഫോർബിഡൻ എന്ന് പറയുമ്പോൾ അയാൾക്കാണ് വിലക്കുള്ളത്, അയാൾക്ക് വിജയമാണ് വിലക്കിയേക്കുന്നത്. നമ്മുടെ സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് എന്ന് പറയുന്ന കവിതയുടെ അകത്ത് വരുന്ന ഭാഗമാണ്. ഇപ്പോൾ ഫോർബിഡൻ എന്ന് പറയുന്നത് അയാളുടെ കേസാണ്. പക്ഷേ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്തുവാ? ഫോർബിഡൻ ഇയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? കാതുകൾ വിലക്കപ്പെട്ടു എന്നാണ് പറഞ്ഞേക്കുന്നത്. കാതുകളല്ല, ശരിക്കും ആ ആളിനെയാണ് വിലക്കിയത്, അയാൾക്കാണ് വിജയം കിട്ടാതെ പോയത്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഫോർബിഡൻ ഇയർ. അപ്പോൾ ഈ പ്രയോഗം ഇതാണ് ട്രാൻസ്ഫേർഡ് എപ്പിത്തറ്റ്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഞാനത് തുടക്കുകയാണ്, ഇതെല്ലാം മായ്ക്കുകയാണ്, ക്ലാരിറ്റിയോടുകൂടി കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വെയർ ആർ ഫോറസ്റ്റ്? എവിടെയാണ് കാടുകൾ, അല്ലേ? എവിടെയാണോ കാടുകൾ ഉള്ളത്? ഹോട്ട് ആസ് ഫയർ, അതിനാണ് അണ്ടർലൈൻ വന്നേക്കുന്നത്, ഹോട്ട് ആസ് ഫയർ. അപ്പോൾ നമ്മുടെ ഫിഗർ ഓഫ് സ്പീച്ച് ഇതാണ്, സംഭവം ഇതാണ്. എന്താണ് ഹോട്ട് ആസ് ഫയർ? തീ പോലെ ചൂടുള്ള കാടുകൾ. വൈഡ് ആസ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ട് പോലെ വിശാലമായ കാടുകൾ. ടോൾ ആസ് എ സ്പയർ, ഒരു സ്പയർ പോലെ, അല്ലെ, ഒരു സ്തൂപിക പോലെ, വലിയൊരു ടവർ പോലെ പൊക്കമുള്ള കാടുകളുള്ള ആ സ്ഥലം. അത് നമുക്ക് വേറൊന്നും വേണ്ട, അണ്ടർലൈൻ ചെയ്ത ഭാഗം മാത്രം മതി നമുക്ക്, അല്ലേ? അണ്ടർലൈൻ ചെയ്ത ഭാഗം മാത്രം നമുക്ക് മതി. ഹോട്ട് ആസ് ഫയർ. അവിടെ നോക്കിയ സിമ്പിൾ സാധനമാണ്, നമുക്ക് ഓപ്ഷൻ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ എന്ത് വന്നിട്ടുണ്ട്? അസ് എന്ന് പറയുന്ന സാധനം വന്നിട്ടുണ്ട്. അസ് വന്നാൽ എന്താ സാധനം? എന്താണത്? എന്താ പ്രയോഗം? സിമിലിയാണ്, നമ്മൾ നേരത്തെ കണ്ടത്, അല്ലേ? മെറ്റഫറും അല്ല, ഹൈപ്പർബലിയും അല്ല, ഇത് രണ്ടും നമ്മൾ നേരത്തെ കണ്ടതാണ്. ഹൈപ്പർബലി എന്ന് പറയുമ്പോൾ പെരുപ്പിച്ച് പറയുന്നതാണ്. അതുമല്ല, ഇവിടെ സിമിലിയാണ്, കാരണം അസ് വന്നിട്ടുണ്ട്. അസ്സോ ലൈക്കോ വന്നാൽ സിമിലിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഉറപ്പിക്കുക. അപ്പം നമ്മുടെ വീഡിയോ നന്നായിട്ട് വലുതായി പോകുന്നുണ്ട്, അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മളിവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ നോക്കാം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? അത് പ്രയോജനകരമാണോ? അതോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കൊടുത്തേക്കുക. താങ്ക് യു.